ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മന്ദർ എന്ന ബംഗാളി വെബ് സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡാണ്. ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്റെ ഭർത്താവിന്റെ ഫോട്ടോയിൽ പൂജയെല്ലാം ചെയ്യുന്ന ബബ്ലുവിന്റെ ഭാര്യയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവർ ദേഷ്യം വന്ന് ആ ഫോട്ടോ എല്ലാം അടിച്ചു തകർക്കുന്നു. ഈ ഫോട്ടോ എല്ലാം പൊട്ടിയ സൗണ്ട് കേട്ട് അവിടേക്ക് വന്ന ജോലിക്കാരനോട് ബബ്ലു ഭയ്യയുടെ തോക്ക് അവർക്ക് വേണ്ടി എടുത്തു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് ഹാർബറിൽ ബോധമില്ലാതെ കിടക്കുന്ന മന്ദറിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം മന്ദറിന്റെ അസിസ്റ്റന്റ് അയാളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. അയാൾ മന്ദറിനോട് തലേന്ന് രാത്രി ഷൂട്ട് ചെയ്തപ്പോൾ ആൾ മാറിപ്പോയ കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഫോണ്ടസ് ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന കാര്യം പറഞ്ഞ മന്ദർ അയാളുടെ അസിസ്റ്റന്റിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അവിടെ കട്ട് ചെയ്ത് ചോട്ടാ ബാബുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോകുന്ന ഫോണ്ടസിനെയും ബബ്ലുവിന്റെ അസിസ്റ്റന്റിനെയുമാണ് കാണിക്കുന്നത്. അവർ അവിടുത്തെ ജോലിക്കാരനോട് അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. അയാൾ അന്ന് രാത്രി മന്ദർ തന്നെ നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ച കാര്യമെല്ലാം അവരോട് പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ചോട്ടാ ബാബു മന്ദറിനെ എത്രയും പെട്ടെന്ന് കൊല്ലണം എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട് ഫോണ്ടാസും അവനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു. അവിടെ കട്ട് ചെയ്ത് തന്റെ വീട്ടിലേക്ക് വരുന്ന മന്ദറിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം തന്റെ അയൽവാസിയായിരുന്ന വ്യക്തി വീടെല്ലാം വെക്കേറ്റ് ചെയ്യുന്നത് കണ്ട് അവൻ അവിടേക്ക് ചെല്ലുന്നു. ആ സമയം അയാൾ ഗേൽപൂരിൽ ഇനി നിൽക്കുന്നത് സേഫ് അല്ലെന്നും തനിക്ക് സിറ്റിയിൽ പുതിയ ജോലി കിട്ടിയെന്നും അതുകൊണ്ട് ഫാമിലിയെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് താമസം മാറുകയാണ് എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കട്ട് ചെയ്ത് ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചുകൊണ്ടിരിക്കുന്ന ലാലിയെയാണ് കാണിക്കുന്നത്. എന്നാൽ ലാലി ബെഡ്ഷീറ്റിൽ നിന്നും ചോരയൊന്നും പോയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ആ ബെഡ്ഷീറ്റും എടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് പോകുന്നു. എന്നാൽ ഒരു കറ പോലും ഇല്ലാത്ത ആ ബെഡ്ഷീറ്റിനെ ലാലി വീണ്ടും വീണ്ടും അലക്കുന്നത് കണ്ട് മന്ദറിന് ലാലിയുടെ മാനസിക നില തെറ്റിയോ എന്ന കാര്യത്തിൽ സംശയമെല്ലാം തോന്നുന്നു. അവിടെ കട്ട് ചെയ്ത് ആ ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്യുന്ന സ്ത്രീയെയാണ് കാണിക്കുന്നത്. അവർ ഇപ്പോൾ അവരുടെ മകനോട് അവനെന്ന് മന്ദറിനോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് എന്ന കാര്യമെല്ലാം തിരക്കുന്നു. അവിടെ കട്ട് ചെയ്ത് തന്റെ അനിയത്തിയെ വിളിച്ച് SI മുഖർജിയെ ഉച്ചതിരിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ പറഞ്ഞു കൊടുക്കുന്ന ബബ്ലുവിന്റെ അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത്. ആ സമയം അയാൾ ബംഗ്ലാവിലെ ജോലിക്കാരനോട് കുറച്ച് ദിവസത്തേക്ക് ഈ നാട്ടിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് ലാലിയോടൊപ്പം സംസാരിച്ചിരിക്കുന്ന മന്ദറിനെയാണ് കാണിക്കുന്നത്. ആ സമയം അവർക്ക് ഒരുപാട് പേരെ ജോലിക്ക് വെക്കണമെന്നും അതിൽ ആരെങ്കിലും അവർ പറഞ്ഞത് കേൾക്കാതെ ഇരുന്നാൽ അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാം എന്ന കാര്യമെല്ലാം പറയുന്നു. മന്ദർ ലാലിയോട് അവന് മട്ടൻ കഴിക്കാൻ തോന്നുന്നുണ്ടെന്നും കുറച്ച് മട്ടനെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ലാലി മോങ്കയ്ക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമാണെന്നും അതുകൊണ്ട് മോങ്കയെ കൂടി വിളിക്കാൻ വേണ്ടി മന്ദറിനോട് പറയുന്നു. എന്നാൽ മന്ദർ മോങ്ക ഇന്നലെ രാത്രി കൊല്ലപ്പെട്ട കാര്യമെല്ലാം നിസ്സാരമായി ലാലിയോട് പറയുന്നു. ലാലി മട്ടൻ വാങ്ങാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്ന സമയം തന്നെ ബബ്ലു ഭയ്യയുടെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് വരുന്നു. അവർ വീട്ടിലെത്തിയ ഉടൻ തന്നെ മന്ദറിനോട് നീയല്ലേ ബബ്ലുവിനെ കൊന്നത് എന്നെല്ലാം പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു. അവർ മന്ദറിന്റെ മുമ്പിൽ വെച്ച് ലാലിയെ പറ്റി മോശമായിട്ടെല്ലാം സംസാരിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന മന്ദർ അവരോട് അവിടെ വെച്ച് മോശമായിട്ടെല്ലാം പെരുമാറുന്നു. എന്നാൽ ആ സമയം ലാലി മട്ടൻ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നു. അവിടെ കട്ട് ചെയ്ത് കരിക്കെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന SI മുഖർജിയെയാണ് കാണിക്കുന്നത്. ആ സമയം അയാളെ ഫോണ്ടാസിന്റെ കാമുകി വിളിച്ച് വീട്ടിലൊറ്റയ്ക്കാണെന്നും വീടിന് പുറത്ത് കുറച്ച് പയ്യന്മാർ ശല്യം ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞ് അയാളോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് ലാലി വാങ്ങിച്ചുകൊണ്ട് വന്ന മട്ടനെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന മന്ദറിനെയാണ് കാണിക്കുന്നത്. അയാൾ മട്ടനെല്ലാം കഴിച്ചതിനു ശേഷം ലാലിയുടെ മടിയിൽ ചെന്ന് കിടന്നുറങ്ങുന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ ഉടൻ തന്നെ ആ വീട്ടിൽ നിന്നും ബെഡ്ഷീറ്റ് എല്ലാം എടുത്ത് പുറത്തേക്ക് പോകുന്നു. എന്നാൽ എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യമൊന്നും ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല. അവിടെ കട്ട് ചെയ്ത് ഉറക്കത്തിൽ നിന്നും സ്വപ്നമെല്ലാം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന മന്ദറിനെയാണ് കാണിക്കുന്നത്. മന്ദർ എഴുന്നേറ്റ ഉടൻ തന്നെ ലാലിയെ വീടിന് ചുറ്റും അന്വേഷിക്കുന്നു. എന്നാൽ ആ സമയം വീടിന് പുറത്ത് വെച്ച് ആ ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്യുന്ന സ്ത്രീയുടെ മകൻ മന്ദറിനെ കളിയാക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന മന്ദർ അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നു. എന്നാൽ കടൽ തീരത്തിലൂടെ ഓടുന്ന സമയത്ത് അവൻ ഒരു ബോട്ടിൽ ലാലി തൂങ്ങി മരിച്ചത് കാണാനിടയാവുന്നു. അവിടെ കട്ട് ചെയ്ത് ഫോണ്ടാസിന്റെ കാമുകിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന SI മുഖർജിയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം ഫോണ്ടാസ് നേരത്തെ തീരുമാനിച്ച പ്രകാരം അയാളും കാമുകിയും കൂടി ഇരിക്കുന്ന വീഡിയോ എല്ലാം എടുത്ത് അയാളെ ട്രാപ്പ് ചെയ്യുന്നു. മന്ദർ ആ ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്യുന്ന സ്ത്രീയുടെ മകനെ പിടിച്ചുകൊണ്ടുപോയി ആ സ്ത്രീയുടെ മുമ്പിൽ വെച്ച് തന്നെ തൂക്കിക്കൊല്ലുന്നു. തന്റെ മകനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ അവർ നീ നശിച്ചു പോകും എന്നെല്ലാം പറഞ്ഞ് മന്ദറിനെ പ്രാകുന്നു. അവിടെ കട്ട് ചെയ്ത് മന്ദറിനെ കോൾ ചെയ്ത് ബീച്ചിനടുത്തുള്ള ബോട്ടിൽ ഫോണ്ടാസ് ഉണ്ടെന്ന വിവരമെല്ലാം പറഞ്ഞു കൊടുക്കുന്ന SI മുഖർജിയെയാണ് കാണിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് ബീച്ചിൽ കിടക്കുന്ന ബോട്ടിലേക്ക് കയറി ചെല്ലുന്ന മന്ദറിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം ബോട്ടിൽ ഫോണ്ടാസിന്റെ കാമുകി മന്ദറിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മന്ദറിന് ലാലി മരിച്ചതിന്റെ ഷോക്കിൽ അവളെ കണ്ടിട്ട് ലാലി കുട്ടികളുമായി ഇരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ആ സമയം ബോധമില്ലാതെ ഇരിക്കുന്ന മന്ദറിനെ കണ്ട് ചോട്ടാ ബാബുവും ഫോണ്ടാസും കൂടി കഴുത്തിലൂടെ ഒരു ഷാളെല്ലാം ഇട്ട് അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊല്ലാൻ വേണ്ടി സാധിക്കുന്നില്ല. മന്ദർ അവരെ രണ്ടുപേരെയും ഇടിച്ച് അവശനാക്കുന്നു. മന്ദർ താൻ ജയിച്ചു എന്ന വിശ്വാസത്തിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ കഴുത്തിലൂടെ ഒരു അമ്പ് തുളച്ചു കയറുന്നു. അപ്പോഴാണ് നമുക്ക് തന്റെ മകനെ കൊന്ന ദേഷ്യത്തിൽ
ആ ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്യുന്ന സ്ത്രീയാണ് മന്ദറിനെ കൊന്നത് എന്ന കാര്യം മനസ്സിലാവുന്നത്. ഛോട്ടാ ബാബു താൻ മന്ദറിനെ കൊന്നു എന്ന കാര്യമെല്ലാം ഹാർബറിൽ എല്ലാവരെയും വിളിച്ചറിയിക്കുന്നു. അത്രയും കാണിച്ചുകൊണ്ട് ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലത്തെ വ്യത്യസ്തകരമായ സീരീസുകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.